ഹലോ ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ ഇത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ, പക്ഷേ ഇതിൽ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഒരു സമയത്ത് ഇപ്പോൾ എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും പനിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായി. ഇപ്പോൾ രാത്രിയത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുമില്ല, ഞാൻ നോർമലി കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ രാവിലെ എന്തൊക്കെ ചെയ്തെന്നുണ്ടല്ലോ, അപ്പുവാണ് എൻ്റെ കൂടെ ഉണ്ടായത്. അപ്പു നല്ല ഉറക്കമാണ്. ഞാൻ വേഗം പോയി ഫേസ് വാഷൊക്കെ ചെയ്തു, പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പുവിനെ വിളിച്ചതെന്ന് തോന്നുന്നു. അല്ല, അതിനിടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ കുടിക്കാൻ പോയല്ലേ. ഓക്കെ, വെള്ളം കുടിച്ചു. വെള്ളം ഇല്ലായിരുന്നു, കുറച്ചേ ഉണ്ടായുള്ളൂ. അങ്ങനെ കുറച്ച് കുടിച്ച് കുറച്ച് അപ്പുവിന് ബാക്കി വെച്ചു. പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോയി. ഞാൻ തല കുളിക്കാൻ നിന്നില്ല, പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ആദ്യം റോസ് വാട്ടർ അപ്ലൈ ചെയ്തു, മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കൺസീലർ ഇട്ടിട്ടുണ്ടായിരുന്നേ, ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ആ പോൺസിൻ്റെ പൗഡർ ഇട്ടൊരു കളിയില്ല. അതിനിടയ്ക്ക് അപ്പു എണീച്ചു ഗൈസ്. അപ്പു എന്തെല്ലോ പറയുന്നുണ്ട് ഇപ്പോൾ. ഇന്നലെ രാത്രി ഇതിലൂടെ ട്രെയിൻ പോയി. അപ്പൊ ഇവള് പറഞ്ഞതാ മുല്ലപ്പെരിയാർ പൊട്ടിച്ചു വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പോ ഗുഡ് മോർണിംഗ് ഗൈസ്. 2 ദിവസം ജിമ്മിന് പോയി, അതുകൊണ്ടത് ഗുഡ് മോർണിംഗ് ഗൈസ്. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ആക്കി വിടും. വലിയ കാര്യമൊന്നുമില്ല. 2 ഡാൻസ് കഴിഞ്ഞ് ഇതെല്ലാം പോവും, ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ആർക്കൊരു ചേഞ്ച് ഇഷ്ടമുള്ള. ഇപ്പം ഞാൻ ഒരു സൈഡ് വെറുതെ സ്ട്രെയിറ്റ് ആക്കി വിട്ടിട്ടുണ്ട്, ഈ സൈഡ് ഒന്നും ചെയ്തിട്ടില്ല. ഉറക്കും പറിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആക്കാം അല്ലേ. അങ്ങനെ ഇതാ മുടിയൊക്കെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വെറുതെ ഒരു 2 ഡാൻസ് കളിക്കുമ്പോഴേക്കും ഇതെല്ലാം പോകും. അപ്പൊ കറുപ്പ് ലിപ്സ്റ്റിക് എല്ലാം ഇടും. കറുപ്പ് ലിപ്സ്റ്റിക് നമ്മളെ റോസ് ചുണ്ട് റോസ് ആക്കാനും റെഡ് ആക്കാനും നോക്കും. അപ്പൊ കറുപ്പാക്കാൻ നോക്കും ചുണ്ട്. അത് അപ്പു മീനിന്റെ വലയെല്ലാം ഇടിച്ചിടുന്ന മേക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ അന്താരാഷ്ട്ര ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു. നമ്മൾ താഴത്തേക്ക് പോവുകയാണ്. എന്താ ആവാത്ത ആ ലിഫ്റ്റ് ആവാത്തോണ്ട് നമ്മളിതാ അടുത്ത ലിഫ്റ്റിലേക്ക് പോകുന്നു. ഇത് വേഗമായി തന്നെ തടിച്ചിനെ പോലെ വേണ്ട. ഇപ്പം ഞെക്കി പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അല്ലേ അപ്പു? അപ്പുവിന് എല്ലാ ഫുഡൊന്നും ഇഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടില്ല തിന്നണ്ട അല്ലേ? ഇഷ്ടപ്പെട്ടില്ല തിന്നണ്ട ഗൈസ്. ഇതത്രയേ ഉള്ളൂ. മരണവെയിലാണ്, മരണവെയിൽ. സ്വിമ്മിംഗ് പൂൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. ബ്ലഷ് വാരി പൊത്തിയതാണ് അപ്പു. അങ്ങനെ നമ്മൾ നേരെ ഇതാ താഴെ ഫുഡ് കഴിക്കാൻ എത്തി. അപ്പുണ്ടായിരുന്നു, പിന്നെ ഇടിയപ്പ് പുട്ടിൻ്റെ രൂപത്തിലാക്കിയൊരു സാധനം ഉണ്ടായിരുന്നു. കണ്ട പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു, വേറെന്തൊരു കറി ഉണ്ടായിരുന്നു. ഞാൻ അപ്പും കടലക്കറിയും എടുത്തത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതിരുന്ന് കഴിക്കുകയാണ്. അതെന്താണ് അവരോട് ഭീഷണിപ്പെടുത്തി ഹായ് പറയുന്നത്. സുന്ദരി വന്നു ഗൈസ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രാക്ടീസിന് പോവാണ്. അപ്പുവാണ് സ്ലോ ആക്കുന്നത്. ജോബിൻ മാസ്റ്റർ ഇത് കാണുന്നുണ്ടെങ്കിൽ മാസ്റ്റർ അപ്പുവാണ് സ്ലോ ആക്കുന്നത്. ശരിയാ കേട്ടാ, കുറേ കഴിക്കുന്നുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇവരടുത്തൊന്നും എനിക്കൊന്നും വർത്താനം പറയാൻ കഴിയില്ല. ഇവരെല്ലാം ഭയങ്കര ഒച്ചപ്പാടാണ്.
ക്യാമറയിൽ ചുറ്റിപ്പറ്റി കളിക്കും. അങ്ങനെ ഇതാ മാസ്റ്റർ വന്ന് അപ്പം നമ്മൾ പഠിച്ചത് മാസ്റ്റർ മുന്നിൽ ഇങ്ങനെ പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്ന്. ഇതാദ്യം ബോയ്സ് കളിച്ചു, പിന്നെ ഗേൾസ് കാണിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ നമുക്ക് പെർഫ്യൂം, മോയ്സ്ചറൈസർ ഇതൊക്കെ ഡാൻസറിന് മസ്റ്റാണ്, കാരണം നമ്മൾ വേർക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തേച്ചു കൊടുക്കും. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് ചായയും കടിയും കിട്ടും ഗൈസ്. അടിയാണ് ഗൈസ്, അടി. ഇവിടെ പ്രവീൺ ചേട്ടനാണ് എല്ലാ പപ്സും തീർക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ എടുക്കുന്നത്? മതി മതി. ചായ പബ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക പറയുമ്പോ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ലിപ്സ്റ്റിക് സെക്ഷൻ ആണ് എടുത്തത് ഗൈസ്. ട്രൈ ചെയ്യുകയാണ് ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം നമ്മുടെ കുറച്ച് കോപ്രായങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാവും. ലിപ്സിങ് പിടിച്ച് പാട്ട് പറയുന്നവർക്ക് സമ്മാനമുണ്ട് ഗൈസ്. അലീന നന്നായി അഭിനയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി ഏതാ സോങ് എന്നുള്ളത്? നമ്മുടെ സ്നേഹപ്രകടനമാണ് ഗൈസ്. നമ്മളിനി എവിടെ പോകുന്നു? ഫുഡ് കഴിക്കാൻ. യൂട്യൂബിൽ പൈസ പിന്നെ കാര്യം കിട്ടൂലേ? പാട്ട് പാടില്ലേ? ചോറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തില്ല എൻ്റെ ചാനൽ. ഫോൺ എടുക്കുക ഗൈസ്. എന്തൊക്കെയോ ഫുഡ് ഉണ്ടായിരുന്നു ഗൈസ്, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. ഏഷ്യാനെറ്റിനോട് സ്പെഷ്യൽ താങ്ക് യു പറയുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് താങ്ക് യു പറയുന്നു അല്ലേ ഗൈസ്? നമ്മളെല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നല്ല ഫുഡാണെന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടായി കിട്ടും. മുട്ടായി, കപ്പലിൻ്റെ മുട്ടായി. ഹലോ ഗായ്സ്, അരവിന്ദ് ഏട്ടനാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമസ്കാരം. അങ്ങനെ 4 മണിയായപ്പം ചായയും അടയും വന്നു ഗായ്സ്. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ എന്ത് സുഖമുള്ള പരിപാടി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ദിവസം, ഇത് 2ാമത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 4 ഡാൻസ് പഠിച്ച് തീർത്തു. അപ്പോൾ 2ാമത്തെ ദിവസം നമ്മൾ ഇന്നലെ പഠിച്ച ഡാൻസ് മൊത്തം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ റീൽസ് ഒക്കെ എടുക്കും. പിന്നെ ജോബിൻ മാസ്റ്റർ എന്ന് വെച്ചാൽ അങ്ങനെ മാസ്റ്റർ എന്നുള്ളതിൽ നിൽക്കുന്നതല്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആന്ന്, ഫ്രീഡം തന്ന് അങ്ങനെയാണ് നമ്മളെ ടീച്ച് ചെയ്യുക. അപ്പം പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഹായ് ബോൾ. നമ്മൾ റീൽസ് വീഡിയോ എടുക്കാൻ പോവാണ്. ഞാനുണ്ട്, അപ്പുണ്ട്. അപ്പന് എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നത് ഭയങ്കര അതെ അതെ, ഞാൻ കൂട്ടൂലെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ കൂട്ടാണ്ട് കളിക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞു. വാട്ടർ മെട്രോ ഗൈസ്. ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഒരു 6 മണി 6:30 ആയപ്പോൾ നമ്മൾ നേരെ ഇത് എടപ്പള്ളിയിൽ മാസ്റ്റർ ക്ലാസ് ഉണ്ട്, JS അക്കാഡമി. അതിൻ്റെ താഴെ തന്നെ സാർക്ക് കോസ്റ്റ്യൂം സെൻറ്റർ ഉണ്ട്. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ വേണ്ടവർ അവിടെ വരെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തായാലും വീഡിയോയിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നമുക്ക് നാളത്തെ പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂം നോക്കാൻ പോവാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് സാറിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ആ ഫ്രീഡം സാറ് തന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തരില്ല, പക്ഷേ സാർ അങ്ങനെയല്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ശരിക്കും പറഞ്ഞാൽ സാറിനെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചത്, താടി മീശയൊക്കെ കണ്ടിട്ട് അയ്യോ എൻ്റെ മോനെ ഇപ്പം കുറേ കലമ്പെല്ലാം കിട്ടുന്നു തോന്നുന്നു, ഒരു വില്ലനാന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു അയ്യോ ശരിക്കും ഭയങ്കര പാവ. സാറിന് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ ഇതാ കയറുമ്പം തന്നെ കാണാം, നമുക്കെല്ലാം നീറ്റായിട്ട് വെച്ചിട്ട് കാണാം. അപ്പോൾ സ്നേഹ ഓൾറെഡി നമുക്ക് വേണ്ട കോസ്റ്റ്യൂംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ വേണ്ടതേ നമ്മൾ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. എറണാകുളത്തുള്ളവരിലൊന്ന് കണ്ടു വെച്ചോട്ടെ, നമ്മൾ ഒബ്രോമോയിൻ്റെ അടുത്താണ് സാറിൻ്റെ ക്ലാസ്. സാറിൻ്റെ ക്ലാസ്സിന് താഴെ തന്നെയാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ അവിടെ അടിപൊളി ഓർണമെൻറ്റ്സ് ഒന്നും കളക്ഷൻ ഒരു കുറവുമില്ല. ഞാനിങ്ങനെ ആ കുട്ടീനോട്, ഇവിടെ നിൽക്കുന്നൊരു സ്നേഹ എന്നൊരു കുട്ടീനോട് ഞാൻ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞാൽ എല്ലാ മാസവും ഓരോ സാധനങ്ങൾ, ഡ്രസ്സിൻ്റെ തുണിയായാലും ഓർണമെൻറ്റ്സ് ആയാലും എല്ലാ മാസവും വരുന്നതാണ് പറഞ്ഞത്. എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂംസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈവൻ ക്ലാസിക്കലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് സ്നേഹ, ഇവിടുത്തെ എല്ലാമായ സ്നേഹയാണിത്. ഡിസ്കൗണ്ട് തരില്ല എന്നാണ് പറയുന്നത്. നമ്മളെടുത്ത് സ്വന്തം സ്റ്റുഡൻ്റ് ആയിട്ടും നമുക്കൊരു ഡിസ്കൗണ്ട് ഇല്ല. കണക്കെടുത്തു ഈ വലിയ മാല 5 വർഷമായി അറിയുന്നതാണ്. ഇവിടെ കുറച്ച് സമയം കൂടി ഇടുന്നാൽ എടുത്ത് എല്ലാം അടിച്ചു വേണ്ടി കൊടുക്കും. നമ്മൾ പോവുകയാണ് ഇവിടുന്ന്. സ്നേഹ ബൈ ബൈ. ഇവരെ ഇവിടെ പണിക്ക് നിർത്തിയാട്ടാ, അതൊന്നല്ല ഡാൻസിൽ ഫുള്ള് തെറ്റിക്കുന്നത്. ബൈ, പൂട്ടിയിടാം. നമ്മളിതാ വീട്ടിലേക്ക് പോകും. വീട്ടിലല്ല, അങ്ങനെ കോസ്റ്റ്യൂം ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും രാത്രിയായി ഗൈസ്. എല്ലാവരും കൂടി ഇത് ലിഫ്റ്റിൽ കുത്തി നിറച്ച് കയറി പോകുന്നുണ്ട് റൂമിലേക്ക്. നമുക്ക് ഗേൾസിനൊരു അപ്പാർട്ട്മെൻറ്റ്, ബോയ്സിനൊരു അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരാളെ കണ്ടു വിത്ത് ഫ്രൂട്ട്സ്, പൈനാപ്പിള്, ബത്തക്ക, മുന്തിരി. You should subscribe my account, okay? You have phone now? No, it's in the room. Let's go with Lechus. Let's go with Lechus. Let's go with YouTube name. YouTube account name. ഗൈസ്, ഇത് സൂപ്പർ ലീഗ് കേരളക്ക് വേണ്ടി കളിക്കാവുന്ന പ്ലെയർ ആണ്. ഈ ഫുട്ബോളിൻ്റെ ABCD അറിയാത്ത എനിക്ക് ഇവരെല്ലാം അറിയോ? ഞാൻ ഇവരോട് എന്തെല്ലോ പറഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തപ്പോൾ ലൈക്ക് എൻ്റെ ഫോണിൽ മൂപ്പര് ഇൻസ്റ്റഗ്രാം ID പറഞ്ഞു തന്നു. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആരെയാ, വലിയ പുള്ളിയാ, നമ്മൾ പൃഥ്വിരാജിൻ്റെ ആ ടീമില്ല, അവർക്ക് വേണ്ടി കളിക്കാൻ വന്നതാ. അയ്യോ, ഞാനാണെങ്കിൽ എൻ്റെ വായിത്തൊന്നും എന്തെല്ലോ പറയുകയും ചെയ്തു പോയി. പക്ഷേ മൂപ്പര് എന്നെ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട് ഗൈസ്. അയ്യോ, അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ റൂമിലെത്തി. ഞാൻ വിചാരിച്ചു ഞാൻ ഇതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, അതായിട്ട് എടുത്തിന്. അപ്പോൾ കുട്ടിക്ക് കുറച്ച് ഓർമ്മശക്തി ഉണ്ട്. അപ്പോൾ റൂമിലെത്തി. അപ്പാർട്ട്മെൻറ്റാണ്, ഗേൾസിനൊരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ബാഗ് നമ്മളെ റൂമിൽ വെച്ച് ഇത് അലിയും സീതും ഒക്കെ ഉള്ള റൂമിൽ വന്നു. സീതു പുറത്ത് പോയി വന്നപ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര സ്നേഹമുള്ള കുട്ടിയാണ്. അങ്ങനെ ഇതാ തിരിച്ച് ഞാൻ റൂമിലെത്തി. പിന്നെ ഞാൻ ഫുൾ ടയേർഡായിരുന്നു ഗൈസ്. ഞാൻ കുളിച്ച് വേഗം കിടന്നു. ഞാൻ ഈവൻ ഫുഡ് പോലും കഴിക്കാൻ നിന്നില്ല. ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ കഴിക്കാൻ നിന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.